ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചറിലും ടേസ്റ്റിലുള്ള ജിലേബിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് വളരെ സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 1.5 കപ്പ് ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ദോശമാവ് കൊണ്ടാണ് ഈ ഒരു ജിലേബി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അളവ് കൂട്ടിയോ കുറച്ചോ എടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് ദോശമാവാണ് എടുത്ത്. കുറച്ച് പുളിയുള്ള ദോശമാവ് എടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ജിലേബിക്കൊക്കെ ചെറിയൊരു പുളി ഉണ്ടാവും. ആ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ദോശമാവ് ഇവിടെ നല്ല ലൂസായിട്ടാണുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലല്ല നമുക്ക് വേണ്ടത് ഇതിൻ്റെ ബാറ്റർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മൈദ ആഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബാറ്റർ ഒന്ന് കട്ടിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് മൈദ മുഴുവനായിട്ടൊന്നും വേണ്ട, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തൊന്ന് കട്ടിയാക്കി എടുത്താൽ മതി നമ്മുടെ ദോശമാവ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 1/2 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ബാക്കി 1/4 കപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 3 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഞാനിവിടെ 3 കളറിലാണ് ജിലേബി ഉണ്ടാക്കുന്നത്. ഓറഞ്ചും ഗ്രീനും യെല്ലോയും. അപ്പോൾ 3 കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്റർ ആഡ് ചെയ്യാനാണ് ഈ 3 പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ദോശമാവ് ഒന്ന് കട്ടിയാക്കിയെടുക്കാം. ഈ ദോശമാവ് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഡോ ഇവിടെ ആയി കിട്ടേണ്ടത്. അധികം കട്ടിയായി പോകരുത്, അധികം ലൂസും അല്ലാത്ത ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഈ ജിലേബി ഉണ്ടാക്കാൻ. ഇനി നമുക്കിത് 3 പാത്രത്തിലേക്കായിട്ട് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പാത്രത്തിലേക്കായിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 പാത്രത്തിലായിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡോ. ഇനി നമുക്കിതിലോട്ട് നമുക്ക് വേണ്ട ഫുഡ് കളർ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ യെല്ലോയും ഓറഞ്ചും ഗ്രീനും ആണ് ആഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് യെല്ലോ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഓറഞ്ച് കളറും ഗ്രീൻ കളറും ആഡ് ചെയ്തിട്ട് ബാറ്റർ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ 3 കളറിലുള്ള ഡോയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ ഒരു ഷേപ്പിൽ ജിലേബിയുടെ ഷേപ്പിലോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഐസിങ് ബാഗിലേക്ക് ഈ 3 കളറും മാറ്റാം. അതിനായി ഞാനിവിടെ ഒരു ഐസിങ് ബാഗ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 കളറും 3 ഐസിങ് ബാഗിലായിട്ട് നിറയ്ക്കാം. അപ്പം ഞാനിവിടെ 3 കളർ ബാറ്ററും 3 ഐസിങ് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ജിലേബി വറുത്ത് കോരി ഇടാനായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് വെള്ളം കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിവിടെ കിടന്ന് കുറച്ചുകൂടെ തിളയ്ക്കണം. നമുക്ക് ഒരു നൂൽ പരുവമായിട്ടാണ് ഇതിൻ്റെ ഷുഗർ സിറപ്പ് ആയി കിട്ടേണ്ടത്. അപ്പോൾ ഇതിവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇവിടെ ഞാൻ തീ ഓഫ് ചെയ്യുന്നില്ല, സ്റ്റൗ ഒന്ന് മാറ്റി വെച്ചെടുക്കുകയാണ് പാൻ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഒരു നൂൽ പരുവമായി കിട്ടുമ്പോഴേക്കും ജിലേബി വറുത്ത് കോരാനുള്ള പാൻ വെച്ചൊന്ന് ചൂടാക്കാം.
ഷുഗർ സിറപ്പ് റെഡി ആയി കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം വെക്കാൻ. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു നൂൽ പരുവായി കിട്ടിയിട്ടുണ്ട്. ഒരു നൂൽ പരുവ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാണ് നമ്മൾ ഒരു നൂൽ പരുവെന്ന് പറയുന്നത്. നമ്മൾ കയ്യിലാക്കി ഷുഗർ സിറപ്പ് കയ്യിലാക്കി തൊട്ട് നോക്കുമ്പോൾ ഒരു നൂല് ആയിട്ടാണ് ഇത് വരിക. അതിനാണ് ഒരു നൂൽ പരുവെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഈ ഒരു ചെറു ചൂടിൽ തന്നെ നമുക്ക് ജിലേബി വറുത്ത് കോരി ഇടണം. അതുകൊണ്ട് അത് കട്ട പിടിച്ച് പോകാതിരിക്കാനാണ് നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പാന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പം നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഐസിങ് ബാഗ് ഇല്ലയെന്ന് കരുതി ആരും വിഷമിക്കണ്ട കേട്ടോ. അതിന് നമുക്ക് സാധാ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് അറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി. നമുക്ക് ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കളറിലുള്ള ബാറ്ററും കൂടെ ഇതേപോലെ പൊരിച്ചെടുക്കാം. ജിലേബിയുടെ ആ എക്സാക്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഷുഗർ സിറപ്പിലും കൂടെ യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ച കളർ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് കളർ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ചുറ്റിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ശരിയായി വരണമെന്നില്ല. പക്ഷെ ആരും വിഷമിക്കേണ്ട. 1-2 തവണ നമ്മളൊന്ന് ചുറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ആയി കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ എല്ലാ ജിലേബിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വറുത്ത് കോരി നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് തന്നെ ഇടാം. ഷുഗർ സിറപ്പ് കിടന്ന് നന്നായിട്ടൊന്ന് ഇതാവണം കേട്ടോ. അപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലും ടെക്സ്ചറിലുള്ള ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ജിലേബിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും. ആ ബെല്ലൈക്കൺ കാണുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.